യുദ്ധക്കെടുതി അടുക്കളകളിലേക്കും പാചകവാതക പ്രതിസന്ധിയിൽ അടിയന്തര യോഗം വിളിച്ച പ്രധാനമന്ത്രി. പൂഴ്ത്തിവയ്പ് തടയാൻ നടപടികളുമായി കേന്ദ്രം. സംസ്ഥാനവും പാചകവാതക ക്ഷാമത്തിലേക്കെന്ന് സൂചന. ഹോട്ടലുകളിൽ പ്രതിസന്ധി, അടച്ചിട്ട് തട്ടുകടകൾ. ഹോർമുസ് പ്രതിസന്ധിയിൽ ഏഷ്യൻ രാജ്യങ്ങൾ. പാകിസ്ഥാനും ഫിലിപ്പീൻസും സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങൾ കുറച്ചു. ദക്ഷിണ കൊറിയയും തായ്ലൻഡും അടിയന്തര നടപടികളിലേക്ക്. റഷ്യൻ എണ്ണ കൂടുതലായി വിറ്റഴിക്കാൻ വ്ളാഡിമിർ പുടിൻ. പ്രധാനമന്ത്രി നാളെ കൊച്ചിയിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കലൂരിൽ റോഡ് ഷോ. ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇളവ് ആവശ്യപ്പെട്ട് എംപിമാരുടെ സമ്മർദ്ദം. സീറ്റ് ആവശ്യവുമായി അടൂർ പ്രകാശും കെ സുധാകരനും ഹൈക്കമാൻഡിന് മുന്നിൽ. ആരും സ്വയം സ്ഥാനാർത്ഥികളാവേണ്ടെന്ന് KPCC പ്രസിഡന്റ്. പാർട്ടിയെ വെല്ലുവിളിച്ച് സുധാകരൻ അനുകൂലികളുടെ നീക്കം. ആദ്യ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഡൽഹിയിൽ നിർണായകമായ ചർച്ചകൾ. ജി സുധാകരനെ ലക്ഷ്യമിട്ട് അമ്പലപ്പുഴ മണ്ഡലം ഒഴിച്ചിട്ട് കോൺഗ്രസ്. സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണയ്ക്കും. അനുനയ നീക്കം അവസാനിപ്പിച്ച CPM. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം CMPക്ക് വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തം. കൈപ്പത്തി ചിഹ്നത്തിൽ ചുവരെഴുതി കോൺഗ്രസ് പ്രവർത്തകർ. തവനൂരിൽ ആരു മത്സരിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തർക്കം തുടരുന്നു. സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധം. പരാതിയുമായി DYFI. മഞ്ചേശ്വരത്ത് BJPയിലും തർക്കം. K സുരേന്ദ്രനെതിരെ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി രംഗത്ത്. എലത്തൂർ സീറ്റിലെ ഭിന്നതയിൽ മുഖ്യമന്ത്രിയെ കണ്ട് NCP നേതൃത്വം. തർക്കം പരിഹരിക്കാൻ ഡൽഹി ചർച്ചകൾ. വിരോധിപ്പിക്കാൻ വിദ്വേഷിക്കാൻ എന്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിയതാ ഞാൻ മുറിച്ചിട്ട് കുടിച്ചോ, അല്ലാതെ വെറുതെ നടന്ന് എന്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലാവധി. ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് ഒരു വിലയില്ല. ഗണേഷ് കുമാർ രാജിവെക്കില്ല. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഭാര്യയോട് മാപ്പ് പറഞ്ഞ് തലയൂരി. ഗണേഷ് മാപ്പ് പറഞ്ഞെന്നും പരാതി കൊടുക്കില്ലെന്നും ഭാര്യ ബിന്ദു. വിവാദം മന്ത്രിസഭയിൽ ചർച്ചയായില്ല. പ്രതിഷേധം കടുപ്പിച്ചും ഗണേഷിന്റെ രാജി ആവശ്യപ്പെട്ടും പ്രതിപക്ഷം. മാപ്പ് പറഞ്ഞ് തലയൂരാനാകില്ലെന്ന് സണ്ണി ജോസഫ്. മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ചെന്നിത്തലയും മുരളീധരനും. വഷളൻ മന്ത്രിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ മൊഴിമാറ്റി 3 സാക്ഷികൾ. ചെന്താമരയുടെ സഹോദരനും സഹോദര ഭാര്യയും അയൽവാസിയും പോലീസിന് നൽകിയ മൊഴി മാറ്റി. കൊലപാതകത്തിന് തലേ ദിവസം ചെന്താമര ഫോണിൽ വിളിച്ചിരുന്നുവെന്ന മൊഴി ചെന്താമരയുടെ സഹോദരൻ നിഷേധിച്ചു. തിരുവനന്തപുരത്ത് യുവാവിന്റെ ആത്മഹത്യ ലോൺ ആപ്പിന്റെ ഭീഷണി മൂലമെന്ന് പരാതി. മരിച്ചത് ആര്യനാട് സ്വദേശി ആനന്ദ്. അശ്ലീല ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നുവെന്നും കുടുംബം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേത്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നഴ്സുമാരുടെ സമരത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. എസ്മ പ്രയോഗിക്കണം. ആശുപത്രി സേവനങ്ങൾ മുടങ്ങരുത്. നഴ്സുമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു.
കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി സമരക്കാർ. ഡേറ്റ ചോർച്ച വിവാദത്തിൽ സർക്കാരിന് ജയം. വിവാദത്തിൽ കഴമ്പില്ലെന്ന് ഹൈക്കോടതി. സന്ദേശങ്ങൾ അയക്കുന്നത് നല്ല ഭരണത്തിന്റെ ഭാഗം. നിയമവിരുദ്ധതയോ സ്വകാര്യതാ ലംഘനമോ ഇല്ലെന്നും കോടതി. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ജയിച്ച ഇന്ത്യൻ ടീമിന് വമ്പൻ പാരിതോഷികം. BCCI നൽകുന്നത് 131 കോടി രൂപ. ടീം ഇന്ത്യയുടെ വിജയാഘോഷം നാളെ ഡൽഹിയിൽ.